ആർക്കോ രക്ഷപ്പെട്ടെന്നറിയാതെ എനിക്കൊരു സമാധാനം ഇല്ലടോ ജയബാല. കണ്ണൻ സാറിന് കുഴപ്പമൊന്നുമില്ല. മാർക്കോക്ക് ചെറിയൊരു അപകടം പറ്റി. ആ പ്രതാപനും അമ്മയും വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മൾ ആ ഒരു അപകടം കണ്ടു അല്ലെ. അപ്പൊ മാർക്കോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ ഇനി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നാലും രക്ഷയില്ല എന്നാണ് ഡോക്ടർ വന്ന് കണ്ണന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ കണ്ണൻ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ സാഗർ ഈ വാർത്ത നമ്മുടെ മഞ്ജുവിനെ വിളിച്ച് പറയുന്നുണ്ട്. കണ്ണൻ സാറിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാർക്കോ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മഞ്ജു മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ കണ്ണനാണെങ്കിലും മാർക്കോന്റെ ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ശയനപ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ഡ്രൈവർ ഒപ്പം ഉണ്ടാവും. എന്നിട്ട് കണ്ണൻ ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൃത്യമായിട്ട് നമ്മുടെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിയും കൂടെ അവിടെ എത്തുന്നുണ്ട്. അപ്പൊ തന്നെ ഡ്രൈവർ പറയുന്നുണ്ട്, ദേ പ്രതാപൻ സാറും ആ മുത്തശ്ശിയും കൂടെ വന്നിട്ടുണ്ട്, സൂക്ഷിക്കണേ കണ്ണൻ സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ കണ്ണൻ ഇങ്ങനെ മുഖം ഇങ്ങനെ താഴ്ത്തോട്ടാക്കി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്താണെങ്കിലും നമ്മുടെ തോമസ് വൈദ്യർ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സാഗറിനോട്, മാർക്കോവിന് ജീവൻ തിരികെ കിട്ടിയെന്നറിയാതെ എനിക്കൊരു സമാധാനവും ഇല്ലടോ എന്നിങ്ങനെ സാഗറിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ സങ്കടപ്പെട്ട ഒരു അവസ്ഥയാട്ടോ നമുക്ക് ഇന്നത്തെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായി തീരും അല്ലെ? കണ്ണനും ഇന്ന് പ്രതാപന് മുന്നിൽ പിടിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ പണി പാളി അല്ലെ. കാത്തിരിക്കട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.